കൃപയുടെ സാക്ഷ്യമേകും 100 വർഷങ്ങൾ ദൈവജനമായൊരുമയോടെ 100 കാതങ്ങൾ. ദൈവകൃപയുടെ സാക്ഷ്യമേകും 100 വർഷങ്ങൾ ദൈവജനമായൊരുമയോടെ 100 കാതങ്ങൾ. ഇടയനാ വഴി കാട്ടിയ അനുദിനം നടത്തിയതിന്നോർമ്മകൾ. ഇടയനാ വഴി കാട്ടിയ അനുദിനം നടത്തിയതിന്നോർമ്മകൾ. ജൂബിലി ജൂബിലി നന്ദിയായി പാടാം, കരുതലോടെ കാത്തതിനാൽ ദൈവമേ നന്ദി. ജൂബിലി ജൂബിലി നന്ദിയായി പാടാം, കരുതലോടെ കാത്തതിനാൽ ദൈവമേ നന്ദി. ഏടല്ലൂർ ഇടവക കൂട്ടായ്മ പാടിടും ക്രിസ്തുവിൽ സോദരർ കൈകോർത്തണഞ്ഞിടും. ഏടല്ലൂർ ഇടവക കൂട്ടായ്മ പാടിടും ക്രിസ്തുവിൽ സോദരർ കൈകോർത്തണഞ്ഞിടും. ഇടയ വഴിയെ നടന്നിടാം, കുറവുകൾ പോക്കിടാം, ഉണർന്നിടാം, തീക്ഷ്ണമായി ജ്വലിച്ചിടാം. ഇടയ വഴിയെ നടന്നിടാം, കുറവുകൾ പോക്കിടാം, ഉണർന്നിടാം, തീക്ഷ്ണമായി ജ്വലിച്ചിടാം. ജൂബിലി ജൂബിലി നന്ദിയായി പാടാം, കരുതലോടെ കാത്തതിനാൽ ദൈവമേ നന്ദി. ജൂബിലി ജൂബിലി നന്ദിയായി പാടാം, കരുതലോടെ കാത്തതിനാൽ ദൈവമേ നന്ദി. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം 19:22 മുതലുള്ള വാക്യങ്ങൾ. എന്തു തിന്നുമെന്നോ എന്ത് പിടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആവലിതരാവുകയും വേണ്ട. ഈ ലോകത്തിൽ ജനങ്ങളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണ്, നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവാൻ
ഇതെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലുള്ള ഈ ഇടവക 100 വർഷം പിന്നിടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന് നന്ദി പറയുവാൻ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ബൈബിളിൻ്റെ പരാമർശമനുസരിച്ച് 50 വർഷം കൂടുമ്പോൾ ജൂബിലി ആഘോഷിക്കണമെന്നാണ്. 100 വർഷമാകുമ്പോൾ ഡബിൾ ജൂബിലി ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടെന്ന്. ജൂബിലി വർഷം എന്ന് പറയുന്നത് ദൈവത്തിന് നന്ദി പറയുവാനും ദൈവത്തോട് കൂടെ അടുക്കുവാനും ആത്മനവീകരണത്തിനും ആത്മവിശുദ്ധീകരണത്തിനുമുള്ള കാലഘട്ടമായിട്ടാണ് കരുതുന്നത്. ഇവിടെ മാംസം സ്വീകരിച്ച്, ഇവിടെ വിശുദ്ധകുർബാന സ്വീകരിച്ച്, ഇവിടെ വിവാഹം നടത്തി, ഇവിടെ പൗരോഹിത്യ പഠനം സ്വീകരിച്ചിട്ട് പോയ വ്യക്തികളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നത്. നമ്മുടെ ഈ ഇടവക ദൈവാനുഗ്രഹത്താൽ സമ്പന്നമായ ഇടവകയാണ്. നല്ല കുടുംബങ്ങൾ, വിശ്വാസമുള്ള കുടുംബങ്ങൾ, വിശ്വാസമുള്ള ദമ്പതികൾ, മാതാപിതാക്കന്മാർ, അതുപോലെ വൈദികർ, സിസ്റ്റേഴ്സ്, അങ്ങനെ നല്ലൊരു കൂട്ടായ്മയിൽ കഴിയുന്ന ഈ ഇടവക ഇനിയും ഏറെ ദൈവാനുഗ്രഹം ലഭിക്കുന്ന ഒരു സ്ഥലമായി തീരട്ടെ. ഇവിടെ വസിക്കുന്നവർ, ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥർ, അവർക്കെല്ലാം ആശ്വാസമായിട്ട് അനുഗ്രഹമായിട്ട് ഈ ദേവാലയം ഇവിടെ നിലകൊള്ളുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ദൈവരാത്രിയെ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ നിശ്ചയിടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സമാധാനം നിങ്ങളോടുകൂടെ. Viva
സെബസ്ത്യാനോസേ പ്രാർത്ഥിക്കേണമേ. ക്രൈസ്തവ സാക്ഷ്യമേകിടുവാൻ കനിയണേ. വിശുദ്ധനാം സെബസ്ത്യാനോസേ പ്രാർത്ഥിക്കേണമേ. ക്രൈസ്തവ സാക്ഷ്യമേകിടുവാൻ കനിയണേ. ഇനിയുമേറെ കാലവും ഇടവക കൂട്ടായ്മയിൽ വളർന്നിടാൻ ശക്തി തന്നിടണേ. ഈ കുരിശടി പുഞ്ചിരിച്ച് നാം ദൈവത്തിന് സമർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ തിരുസ്വരൂപവും ഇവിടെ പ്രതിഷ്ഠിക്കുന്നു. ഈ തിരുസ്വരൂപം വഴിയായിട്ട് ഈ പ്രദേശത്തെ എല്ലാ സംരക്ഷണവും നൽകുവാനായിട്ട് പുരുഷൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിലെ കടന്നു പോകുന്ന എല്ലാ ആളുകളെയും എല്ലാ വാഹനങ്ങളെയും ദൈവം സംരക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള അതിനോടൊപ്പം ഈ കുരിശിനെയും ഈ തിരിച്ചറിവും വേറെ സംരക്ഷണവും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നീക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ഇസ്രായേൽ ദിനത്തിന്റെ മധ്യേ കൂടാരത്തിൽ വസിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ച കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ തിരുസാന്നിധ്യത്താൽ കുരിശടി വിശുദ്ധീകരിക്കണമേ. ഇവിടെ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും നേർച്ചകാഴ്ചകളിൽ നിന്ന് പ്രസാദിക്കണമേ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആനന്ദഗീതം ആലപിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ഭഗവാൻ മനോഹരമാകുന്നു. എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീർത്ഥം എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യേശുദാവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്ന് എന്തടയാളമാണ് നിങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം അത് പുനരുദ്ധരിക്കും. യഹൂദ ചോദിച്ചു, ഈ ദേവാലയം പണിയാൻ 46 സംവത്സരമെടുത്തു. വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് എന്റെ ശരീരമാവുന്ന ആലയത്തെ പറ്റിയാണ്. ഞാൻ മരിച്ചവരിൽ ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ അതിന് പറഞ്ഞിരുന്നെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. യാചനകളും നേർച്ചകാഴ്ചകളും അങ്ങയെ പ്രസാദിപ്പിക്കുവാനാകട്ടെ. തിരിച്ചടി അങ്ങ് ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ജീവിത ക്ലേശങ്ങളാൽ വലയുന്ന അങ്ങയുടെ മക്കൾക്ക് ഇത് അഭയകേന്ദ്രമായി ഭവിക്കട്ടെ. പ്രാർത്ഥിക്കുവാനായി ഇവിടെ വന്നു ചേരുന്ന എല്ലാവരെയും അങ്ങയുടെ പൈതൃകമായ പരിപാലനയെ കാത്തുകൊള്ളണമേ. എല്ലാ വിപത്തുകളിലും ഇവരെ സംരക്ഷിക്കണമേ. മറിയത്തിന്റെയും ഈ കുരിശടിയുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പ്രാർത്ഥന നിരന്തരം ഞങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ പ്രദേശത്തിന് ദൈവാനുഗ്രഹത്തിന്റെ ഉറവിടമായി ഭവിക്കട്ടെ. ഈ തിരക്കർമ്മങ്ങൾ പങ്കെടുത്ത് നിങ്ങളെല്ലാവരെയും കാരുണ്യവാനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഉണരൂ വരദായക കൃപാവരം ചൊരിയൂ ചൊരിയൂ താവക പാദനാരിണകൂപ്പിടും തവദാസർതൻ മാലകറ്റണേ നോവകറ്റണേ സത്യമേവ സർവേശ്വര സരി സരി മരി മരി സരി സരി മരി മരി സരി മരി സരി സരി മരി മരി സരി മരി അറിവിൻ കതിരുളിൽ നിറവിൽ മുൻകണേ അനുപമ ജ്യോതിസിൽ പരമ്പൊരുളേ അറിവിൻ കതിരുളിൽ നിറവിൽ മുൻകണേ അനുപമ ജ്യോതിസിൽ പരമ്പൊരുളേ എരിയും തിരികളായി അഗ്നിനാളങ്ങളായി പടരൂ ചൊരിയൂ തമസകത്തു എരിയും തിരികളായ അഗ്നിനാളങ്ങളായി പടരൂ ചൊരിയൂ തമസകത്തു അറിവിൻ കതിരുളിൽ നിറവിൽ നൽകണേ അനുപമ ജ്യോതിസേ പരമ്പൊരുളേ ശ്രീയേശുനാഥ നമോ നമഃ.